ദൈവമാതാവിനും തിരുക്കുമാരനും എൻ്റെ ആയിരം നന്ദി. എൻ്റെ പേര് ധനു. ഞാൻ പള്ളുരുത്തിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് പി എസ് സി എക്സാം എഴുതിയ ഒരു കഥയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതിനു മുമ്പ് PSC എഴുതിയിട്ടില്ല. അപ്പോൾ PSC എക്സാം എഴുതി കഴിഞ്ഞ സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്നോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് ക്രിസ്ത്യൻ വിശ്വാസങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. എനിക്ക് വചനങ്ങളോടൊക്കെ ഇച്ചിരി താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പണ്ട് തന്നെ വരുമ്പോൾ ഈ വചനങ്ങൾ എടുത്ത് വെച്ച് നോക്കുന്നൊരു പരിപാടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എലിസബത്ത് ആൻറ്റി പറഞ്ഞതിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വരണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാനിവിടെ വന്നു. അപ്പോൾ ഈ എക്സാം എഴുതാൻ എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. കാരണം വീട്ടിലാരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇത്രയും പ്രായമായി, ഇത്രയും നാളായി പഠിത്തം ഇത്രയും നാളായിട്ടും പഠിത്തം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു നമ്മൾ പഠിക്കാൻ കയറിയത് ബാക്കിയുള്ളവർക്കൊരു ബാധ്യതയായ പോലെ. വീട്ടുകാരാണെങ്കിലും അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വീട്ടിലെ സ്ഥിതി അതാണ്. ഒരാൾ ജോലിക്ക് പോയാൽ അത്രയും ഉപകാരമെന്ന് അച്ഛനമ്മമാർ തീരുമാനിക്കുന്ന ആ ഒരു ടൈമാണ് എനിക്കും. വീട്ടുകാരെല്ലാവരും ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഇനി എക്സാമുകൾ എഴുതി വെറുതെ സമയം കളയണ്ട, വേറെ എന്തെങ്കിലും ജോലിക്ക് എന്നുള്ള ആ ഒരു ചിന്തകളായിരുന്നു അവർക്കെല്ലാം. ഞാൻ പറഞ്ഞു എനിക്ക് PSC എഴുതിയാലേ പറ്റുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് വേറെ കുറേ ഫാഷൻ ഡിസൈനിങ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ സമയം കളഞ്ഞായിരുന്നു. പിന്നെയാണ് ഈ PSCയിലേക്ക് വരുന്നത്. ഇത് എഴുതി കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ നിയോഗം ഇത് കിട്ടണം എന്ന് പറഞ്ഞു വെച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എപ്പോഴും എല്ലാവരും ഇപ്പോൾ കളിയാക്കും. വീട്ടുകാരാണെങ്കിലും അതെ, ഫ്രണ്ട്സ്, അതേപോലെ കൊളീഗ്സ് എല്ലാവരും പറയുന്നത്, പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്നുണ്ട്, ആദ്യമായിട്ട് നീ PSC എക്സാം എഴുതാൻ പോയിട്ട് നിനക്കിപ്പോൾ തന്നെ കിട്ടും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇല്ല, മനസ്സിനൊരു വിശ്വാസം വീണ്ടും വരുത്തിയിട്ട് ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആരും നമുക്കെതിരെ നിൽക്കും. ആരെന്ത് പറഞ്ഞാലും ഈ ഒരു വചനം മാത്രം, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്കെതിരെ നിൽക്കും. ചിലപ്പോൾ ശരിക്കും സങ്കടമൊക്കെ വരും. അപ്പോഴും ചെന്നിട്ട് ഓടിച്ചെന്ന് ചെറിയൊരു രൂപം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. റൂമിൽ വെച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അതിൻ്റെ മുമ്പിലിരുന്നിട്ട് ചിലപ്പോൾ കരച്ചിൽ വരും. ഞാൻ ആരോടും കാണിക്കാറില്ല അത്. പുറത്ത് ഞാൻ കരഞ്ഞ് കാണിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. കാരണം നമ്മൾ കരയുന്നത് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് ചുറ്റിനുമുള്ളത്. ആ സമയം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എനിക്കിത് അഡ്വൈസ് മെമ്മോ കിട്ടിയെന്നുള്ളതാണ്. അതും ആദ്യത്തെ എൻ്റെ PSC എക്സാം ആയിരുന്നു. അതിൽ 6ാമത്തെ റാങ്കിൽ എനിക്ക് എത്താൻ കഴിഞ്ഞു. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന എല്ലാവർക്കും അവരവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള ഒരു വഴി കൂടിയാണ് എന്ന് അതോടുകൂടി എനിക്ക് മനസ്സിലായി. വളരെയധികം നന്ദിയുണ്ട് എല്ലാവരോടും. എനിക്ക് വാക്കുകൾ പറയാൻ കിട്ടുന്നില്ല ഇത് പറയുമ്പോഴത്തേക്കും. എന്ത് പറയണമെന്ന്, കാരണം ഞാൻ ചിന്തിച്ചതിലും അപ്പുറമായിട്ട്, കാരണം ഇത്രയും എല്ലാവരുടെയും എക്സാം എഴുതുന്ന സമയത്തും അല്ലാണ്ടുമൊക്കെ ഒരുപാട് പഠിക്കാൻ പോലുമുള്ള ഒരു മനസ്സെനിക്ക് കിട്ടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ തോറ്റു പോവില്ല എന്ന് ആരോ ഇങ്ങനെ വിളിച്ച് പറയുന്ന പോലെ, നീ തോൽക്കില്ല, നിനക്ക് കിട്ടും എന്നുള്ളൊരു ഇത് ആരോ മനസ്സിലിരുന്ന് ഇങ്ങനെ തരുന്ന പോലെ. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും അഡ്വൈസ് വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാനിങ്ങനെ വന്നിട്ട് പ്രാർത്ഥിക്കും, ദൈവമേ ഇങ്ങനെ അഡ്വൈസ് വരുന്നുണ്ട് കേട്ടാ, അപ്പോൾ എനിക്ക് കിട്ടണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോവും. പക്ഷെ അതേപോലെ തന്നെ അതും ആലപ്പുഴയിൽ എനിക്ക് ജോലി കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ്. അതുമാത്രമല്ല, എൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അതും ഭയങ്കര മിറാക്കിളായിരുന്നു. എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂയുടെ ഡേറ്റ് വന്നതെന്ന് വെച്ചാൽ
7-ാം തീയതി ഡിസംബറിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ദിവസം തന്നെയാണ്. അപ്പം അതും എനിക്ക് വല്ലാണ്ട് എനിക്കൊരടുപ്പായി. അപ്പോൾ ഇന്നാണ് എനിക്കിത് അഡ്വൈസ് കിട്ടിയ ഇത് അഡ്വൈസ് മെമ്മോ ആയിട്ട് ഇന്ന് അവിടെ ചെല്ലണമായിരുന്നു PSC ഓഫീസിൽ. അപ്പം ഞാൻ അങ്ങോട്ട് പോയി തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ എന്തെന്നറിയില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു നിങ്ങൾ പൊക്കോ, ഞാനിവിടെ വന്നിട്ട് എനിക്കൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെയധികം സന്തോഷം. എനിക്ക് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്കങ്ങനെ ഒരുപാട് എന്തെന്നാ പറയുക, കുറച്ച് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കും. ചിലപ്പോൾ എന്തെങ്കിലും 50 രൂപ ഉണ്ടാവുള്ളൂ കേട്ടോ. ആ 50 രൂപയ്ക്ക് ഞാൻ അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. പക്ഷേ ഇങ്ങനെ ആരെങ്കിലും കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എനിക്ക് തോന്നുമ്പോൾ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവർക്കത് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ ഞാൻ പൈസ കണക്ക് നോക്കാറില്ല. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ വലിയ പൈസ കാര്യങ്ങളുണ്ടായിരുന്നില്ലാത്ത സമയത്താണ് ഞാൻ ഇങ്ങോട്ട് വന്ന്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ചേച്ചിമാർ മോളെ എന്തെങ്കിലും തന്നിട്ട് പോകുന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഒന്നും കൊടുത്തില്ലല്ലോ എന്ന്. തിരിച്ച് വീട്ടിലേക്ക് പോകാനാകെ 50 രൂപ കയ്യിലുണ്ട്, പിന്നെ ഒരു 100 രൂപ കയ്യിലുണ്ട്. ഞാൻ അവിടെ ഇന്നുവെച്ചാൽ 2 ചേച്ചിമാർ, ഒരു ചേച്ചിക്ക് ഞാൻ പൈസ കൊടുത്തു, പിന്നെ 10ൻ്റെ ആയിരുന്നു, അതൊക്കെ എണ്ണിപ്പെറുക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു അമ്മാമ്മ ഒരു ടിക്കറ്റ് എടുക്കും മോളെ എന്ന് പറഞ്ഞു. ഞാൻ ടിക്കറ്റ് എടുക്കാറില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിട്ടു. പിന്നെ ഞാൻ ഓർത്തു പാവം കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പൈസ പുള്ളിക്ക് കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, അമ്മ ട്യൂഷൻ ഫീസ് അടക്കാനായിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറേ 1 രൂപ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു മോനെ നമുക്ക് അടക്കാട്ടാ എന്ന് പറഞ്ഞ് മാറിയെന്ന്. വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് ആരോ പറയണം പറയാം ടിക്കറ്റ് എടുത്ത് നോക്കുമെന്ന്. അങ്ങനെ പ്രാർത്ഥന കഴിച്ചപ്പോൾ ഞാൻ ഓർത്തു ഞാൻ അപ്പം അങ്ങനെ ടിക്കറ്റ് എടുത്താൽ നോക്കാറില്ലാത്ത ഒരാളാണ്. ഞാനങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കാത്ത പൈസ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷേ അന്ന് ചിലപ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് കാരണമാണോ എന്താണെന്ന് എനിക്കറിയില്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഞാൻ ടിക്കറ്റ് എന്നോട് നോക്കുമെന്ന് പറയണ കൊണ്ടിട്ട് ഞാൻ അതെടുത്ത് നോക്കി വന്നപ്പോഴത്തേക്കും 2000 രൂപ അടിച്ചേക്കണം. വെറുതെ 50 രൂപ കൊടുത്തിട്ട് ഞാനത് നോക്കാണ്ട് പോയ സാധനം 2000 രൂപ കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് കിളി പോയി. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. ഈശോയ്ക്കും മാതാവിനും എൻ്റെ 1000 നന്ദി. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ആഗ്രഹങ്ങൾ ഈശോയും മാതാവും സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു.